ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ SD ക്വാളിറ്റി, HD ക്വാളിറ്റി, 4K ക്വാളിറ്റി ഇവയിലെല്ലാം വീഡിയോ കംപ്ലീറ്റ് ആകുന്നതിന് എത്ര സമയമെടുക്കും എന്നെല്ലാം കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ SD കംപ്ലീറ്റ് ആയതിനു ശേഷം HD കംപ്ലീറ്റ് ആവാൻ ഇത്ര മിനിറ്റ് കൂടിയുണ്ട്, അതുപോലെ 4K ക്ലാരിറ്റി കംപ്ലീറ്റ് ആകുന്നതിന് ഇത്ര മിനിറ്റ് കൂടിയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. എന്നാൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാം യൂസ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ലഭിക്കുക. എന്നാൽ ഈ ഒരു അപ്ഡേറ്റ് ഇനി മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടി ലഭിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് അധികം താമസിയാതെ YT ആപ്ലിക്കേഷനിൽ കൂടി ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്. അടുത്ത ഒരു അപ്ഡേറ്റ് ഇത് ഫീച്ചേർഡ് വീഡിയോയുടെ കാര്യത്തിലാണ്. നമ്മുടെ ഫീച്ചേർഡ് വീഡിയോ എല്ലാം കണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലഭിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് സിസ്റ്റത്തിലെല്ലാം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് നമ്മുടെ വീഡിയോയുടെ അവസാനം കഴിഞ്ഞാൽ അടുത്ത ഒരു വീഡിയോ നമ്മുടെ പ്ലേ ആകും. അതിനാൽ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം ലഭിക്കുന്നതിന് ഇത് സഹായിക്കും. എന്നാൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ വെച്ച് ഇപ്രകാരം വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കാറില്ല. എന്നാൽ യൂട്യൂബ് ഈ ഒരു ഫീച്ചർ കൂടി കൊണ്ടുവരാൻ പോവുകയാണ്. ഇനി നമ്മുടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ മറ്റൊരു വീഡിയോ എല്ലാം റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്ലേ ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ മറ്റു വീഡിയോസിലേക്ക് കൂടി വ്യൂസ് എല്ലാം കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് കൂടുതൽ വ്യൂസ് എല്ലാം ഇത്തരത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഇതെല്ലാമാണ് യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.